എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അമൽ, വെരി ഗുഡ് മോർണിംഗ്. ഏറെ തിരക്കുള്ള ഒരു KSRTC ബസ് സ്റ്റാൻഡാണ്. ഏത് സമയത്തും അവിടെ ഒരുപാട് ആൾക്കാർ കേരളത്തിന്റെ പല ഭാഗത്തേക്ക് പോകാൻ വരുന്ന സ്ഥലമാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? ക്രിസ്റ്റീന, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം KSRTC സ്റ്റാൻഡിലാണ്. പല തരത്തിലുള്ള വിവാദങ്ങൾക്കും കാരണമായിട്ടുള്ള വലിയ തരത്തിലുള്ള യാത്രക്കാരുടെ തിരക്കുള്ള ഒരു KSRTC സ്റ്റാൻഡാണ് എറണാകുളത്തെ ഈ KSRTC സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പണിമുടക്ക് അങ്ങനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഏതായാലും ഈ പണിമുടക്ക് ജനജീവിതത്തെ അങ്ങനെയൊന്നും ബാധിച്ചിട്ടില്ല. കാരണം ഒരു വിഭാഗം KSRTC ജീവനക്കാർ മാത്രമാണ് പണിമുടക്കുന്നത്. അവരുടെ ആവശ്യം ശമ്പളം, കുടിശ്ശിക ബാക്കി നൽകുക, പെൻഷൻ കൃത്യമായി നൽകുക, എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് പെൻഷനും ശമ്പളവും എല്ലാം കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന മാനേജ്മെന്റിന്റെ വാഗ്ദാനം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ പണിമുടക്കിലേക്ക് പോകാൻ നിർബന്ധിതരായത് എന്നാണ് INTUCയുടെയും KDF-ന്റെയും ഒക്കെ പ്രതിനിധികൾ പറയുന്നത്. ഏതായാലും നമുക്ക് ജനജീവിതം എന്തായാലും സുഗമമാണ്. ബസ്സുകളെല്ലാം ഓടി തുടങ്ങിയിട്ടുണ്ട്. ഈ ബസ്സുകളെല്ലാം പോകുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ സമരത്തിന്റെ ആ ഒരു ചൂടൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സാറേ, എങ്ങനെയാണ് സമരമൊക്കെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, ബാധിച്ചിട്ടില്ല. ഇവിടെ തൊഴിലാളികളൊക്കെ കൃത്യമായിട്ട് പണിക്ക് പോകുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിത പണിമുടക്കാണ് TDF-ന്റെ. അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തൊഴിലാളികൾ എല്ലാവരും പൂർവാധികം, അതായത് ഇവിടെ ഇപ്പോൾ സർവീസ് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാർ ബാക്കി സർവീസ് പോകാനായിട്ട്. ഇപ്പോൾ എറണാകുളം KSRTC സ്റ്റാൻഡിലുള്ള തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ കേട്ടത്. ഇന്നലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഇങ്ങനെ തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ ഗതാഗത മന്ത്രി ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു പ്രസ്താവനയോടൊപ്പം തന്നെയാണ് തൊഴിലാളികൾ നിൽക്കുന്നത്. KSRTC ശരി, ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരം ഉണ്ടായത്. എന്തായാലും സമരം എറണാകുളത്തെ ബാധിച്ചിട്ടില്ല, കൊച്ചിയിലെ ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ക്രിസ്റ്റീന, പ്രജിൻ. അമൽ സുരേന്ദ്രനാണ് എറണാകുളത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ എറണാകുളത്തും മധ്യ കേരളത്തിലും പൊതുവിൽ ഈ പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്കും നമുക്കതറിയാം എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്.